തൃക്കാക്കര എം.എൽ.എ. ഉമാ തോമസിനെതിരെ പടയൊരുക്കമായി കോൺഗ്രസിലെ ഒരു വിഭാഗം. ചില പ്രാദേശിക നേതാക്കൾ ഇതിനകം തന്നെ ഹൈക്കമാൻഡിനും ഒക്കെ പരാതി നൽകിയിരിക്കുന്നു. എം.എൽ.എ. മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കുന്നില്ല, എം.എൽ.എ. വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല എന്നുള്ള ചില പരാതികളുമായി പ്രാദേശിക തലത്തിലുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാർ പരാതി പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ വി.ഡി. സതീശനും ജില്ലാ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള ആളുകളാണ് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം കളമശ്ശേരിയിൽ ലീഗിൻ്റെ സീറ്റ് വെച്ചു മാറി ഷിയാസിന് മത്സരിക്കാനുള്ള അവസരം ഒരുക്കാനുള്ള ശ്രമങ്ങൾ വി.ഡി. സതീശൻ വിഭാഗം നടത്തിയിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ടു. കളമശ്ശേരിയിലെ പ്രാദേശിക ലീഗ് സമ്മർദ്ദം മൂലം ഇങ്ങനെ ഒരു മണ്ഡലം വെച്ചുമാറൽ, ഇപ്പോൾ കളമശ്ശേരിയും കൊച്ചിയുമായി ഒരു വെച്ചുമാറൽ വേണ്ട. കാരണം കൊച്ചിയിൽ ലീഗിന് വിജയസാധ്യതയില്ല. പണ്ട് മട്ടാഞ്ചേരി മണ്ഡലമായിരുന്നപ്പോൾ ലീഗ് വിജയിച്ച സാഹചര്യമല്ല. ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷമുള്ള കൊച്ചി ഇടതുപക്ഷത്തിന് കൂടുതൽ ശക്തിയുള്ള മണ്ഡലമാണ്. അവിടെ ലീഗ് മത്സരിച്ചാൽ വിജയിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ള ഒരു പൊതുവിലയിരുത്തൽ ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലം വെച്ച് മാറണ്ട എന്നുള്ളത് ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം പ്രാദേശിക ലീഗ് നേതാക്കന്മാരുടെ സമ്മർദ്ദം മൂലം ആ ഏറ്റെടുക്കൽ ഒഴിവാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുഹമ്മദ് ഷിയാസിന് ജില്ലയിൽ സുരക്ഷിതമായ മറ്റൊരു മണ്ഡലം ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഉമാ തോമസ് എം.എൽ.എക്കെതിരെ ഈ വരുന്ന പരാതികൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ഉമാ തോമസിനെതിരെ നേതൃത്വത്തിന് പരാതി നൽകി ആ മണ്ഡലത്തിൽ മുഹമ്മദ് ഷിയാസിന് അവസരം ഒരുക്കാനാണ് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ശ്രമം എന്നുള്ളതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്.